ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ജൗഫൂസ് മീഡിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സദ്യക്കൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് അവിയൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 5 ചുവന്ന ഉള്ളിയും 2 പച്ചമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പടവലങ്ങയും അതുപോലെ തന്നെ കായ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറവൊക്കെ ചെയ്യുക. പിന്നെ ബീൻസ്, അതുപോലെ തന്നെ ചേന, പിന്നെ അരക്കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കായകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മത്തനോ മറ്റെന്ത് വേണമെങ്കിലും ഇതിൽ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ നമുക്ക് അരിഞ്ഞ് വെച്ച എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. അപ്പോൾ കായ, പടവലങ്ങ, മുളക്, അതുപോലെ തന്നെ കോവക്ക, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ചേന, ബീൻസ്, പിന്നെ നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയും കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ ചതവിലും കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ചേർക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പിന്നെ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക, അതാണ് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവിയലിന് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരിച്ചിരി വെള്ളം, അപ്പോൾ തൈരിൽ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കരുത്. ഒരിച്ചിരി വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. കാരണം ഇല്ലെങ്കിൽ കായകൾ നന്നായിട്ട് വെന്ത് പോകും, അല്ലെങ്കിൽ ഇതിൽ വെള്ളം കൂടിപ്പോകും. അപ്പം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം പോലും ഒഴിച്ചിട്ടില്ല, അത്രയേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കിത് വെന്ത് വരുമ്പോഴത്തേനും ഇതിലേക്കുള്ള ചതവ് റെഡിയാക്കാം. അപ്പോൾ തേങ്ങയും ഉള്ളിയും പച്ചമുളകും ജീരകവും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. നന്നായിട്ട് പേസ്റ്റായി അരഞ്ഞ് പോകരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇവിടെ കറക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം വേവ് കൂടിയിട്ടൊന്നുമില്ല. അപ്പം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വിസിൽ വരാൻ നേരത്ത് ലോ ഫ്ലെയിമിലാക്കി ഒരു 3 വിസിൽ അടുപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയലിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ നമുക്ക് സദ്യക്കും ഒന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.